എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജയിലർ ആൻഡ്രൂസ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ശങ്കരനാരായണൻ സാറിന്റെ കുറെ മിസ് കോൾസ് കണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരാൻ തന്നെ ഇരുന്നതാ. അപ്പോഴാണ് അറിഞ്ഞത് വിക്രമിന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. കുറേ ദിവസമായി വിക്രം അമ്മയെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ഇത്രയും നേരമായില്ലേ, ഇനി പേപ്പർ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് വിക്രമിനെ കൊണ്ടുവരാൻ സമയമെടുക്കും. ഉറപ്പായിട്ട് ഞാൻ നാളെ തന്നെ വിക്രമിനെ കൊണ്ടുവരാമെന്ന് മാഷിന് ഉറപ്പ് കൊടുക്കുന്നു. മാഷും ആൻഡ്രൂസും സംസാരിച്ച് നിൽക്കെ തന്നെ ഡോക്ടറും മറ്റൊരു നഴ്സും ഓടി ഐസിയുലേക്ക് കയറുന്നു. അവരേറെ പരിശ്രമിച്ചെങ്കിൽ തന്നെ കമല മരണപ്പെടുന്നു. അങ്ങനെ ഡോക്ടർ ആ വിവരം മാഷിനെ അറിയിക്കുന്നു. ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു, പെട്ടെന്ന് ഫിറ്റ്സ് ഉണ്ടായി, കൂടെ കാർഡിയാക് അറസ്റ്റും. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നാണ് ഡോക്ടർ അറിയിക്കുന്നത്. ഇത് കേട്ടപാടെ ആകെ വിഷമത്തിലാവുകയാണ് മാഷ്. ഇത് കേട്ടപാടെ മാഷ് ജയിലറോടെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വിക്രമിനെ കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ലേ. ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിലാകട്ടെ വേദയുടെ ഡെലിവറി നടക്കുകയാണ്. അങ്ങനെ വേദയ്ക്കും വിക്രമിനും ഒരു പെൺകുഞ്ഞ് പിറക്കുന്നു. വേദയോടൊപ്പം മറ്റാരും തന്നെ ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നത് പോലും സേതുലക്ഷ്മിയാണ്. ജയിലിലാകട്ടെ അടികൊണ്ട് തളർന്നു കിടക്കുന്ന വിക്രമിനെ സഹതടവുകാർ കണ്ട് ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഉറക്കത്തിൽ മയങ്ങി കിടക്കുന്ന വേദയുടെ അരികിലേക്ക് സേതുലക്ഷ്മി വേദയുടെ കുഞ്ഞുമായി എത്തുന്നു. കണ്ണു തുറക്കുന്ന വേദ കഴിഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ആലോചിച്ച ശേഷം സേതുലക്ഷ്മിയോട് ഒരു സഹായം ആവശ്യപ്പെടുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ജീവനോടെ വേണം, അതിനുവേണ്ടി എനിക്കൊരു സഹായം വേണമെന്നാണ് വേദ പറയുന്നത്. വേദ സേതുലക്ഷ്മിയോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നും തന്നെ ആയിരുന്നില്ല. വേദയുടെ കുഞ്ഞ് മരിച്ചുപോയെന്നും ഇപ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന പെൺകുഞ്ഞ് അത് തരുണിന്റെയും രാധികയുടെയുമാണെന്ന് തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താനായിട്ട് തരുൺ സമ്മതിക്കുമോ എന്നാണ് സേതുലക്ഷ്മി ചോദിക്കുന്നത്. പിന്നീട് കാര്യങ്ങൾ വിശദമാക്കി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാവുന്നും വേദ പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിലോടെ സേതുലക്ഷ്മിയും അതിന് കൂട്ടുനിൽക്കുന്നു. ഇതേ സമയം തന്നെ രാധികയെ കാണാനെന്നോണം തരുൺ പോലീസ് യൂണിഫോമിലാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇത് കണ്ടുകൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ ഗുണ്ടകള് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. രാധിക എന്തെന്നാണ് ഡോക്ടറിനോടായി തരുൺ ചോദിക്കുന്നത്. തൊട്ടടുത്തായി തന്നെ ഒരു ബെഡിൽ രാധിക മരിച്ചു കിടക്കുന്നത് തരുണിനെ ഡോക്ടർ കാണിക്കുന്നു. സകല നിയന്ത്രണവും വിട്ടെന്നോണം തരുൺ അവിടെ പൊട്ടിക്കരയുകയാണ്. കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ തരുൺ അത് തടയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാധികയുടെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ ഞങ്ങളുടെ മകളും കയ്യിലൊപ്പമുണ്ടാവണം. അങ്ങനെ ഡോക്ടർ രാധികയെ കൊണ്ടുവരാനായിട്ട് ആംബുലൻസ് ഏർപ്പാടാക്കാൻ പറയുന്നു. ഇതേ സമയം നാട്ടില് വിക്രം പോലീസ് അകമ്പടിയോടെ തന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മാഷിന്റെ വീടും മുറ്റവുമെല്ലാം ആളുകൾ തിങ്ങി നിറഞ്ഞു കൂടിയിരിക്കുന്നു. അങ്ങനെ തന്റെ അമ്മയുടെ അവസാന കർമ്മങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടി വിക്രം അവിടേക്ക് എത്തിയിരിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.